അധ്യാപികമാർ ഉൾപ്പെട്ട MDMA സാമ്പത്തിക ഇടപാട് കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതികളായ കാവ്യ, നീഷ്മ എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം നൽകിയ ഹർജി പരിഗണിച്ചാണ് വടകര NDPS കോടതി 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. PJ അരുൺ ചേരുകയാണ്. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നമുക്കറിയാം, ഈ വടകരയിൽ അധ്യാപികമാർ ഉൾപ്പെട്ട MDMA സാമ്പത്തിക ഇടപാട് കേസ് വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിക്കുന്നു. പ്രത്യേകിച്ച് ഈ അധ്യാപകന്മാർ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ആരംഭിക്കുന്നുണ്ട്. എന്നാലും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതികളായ കോഴിക്കോട് കൂരാച്ചുണ്ട് സ്വദേശി കാവ്യ, ആവളക്കുട്ടോട്ട് സ്വദേശി നീഷ്മ എന്നിവരെ കൂടുതൽ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഇന്ന് വടകര NDPS കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജി പരിഗണിച്ചാണ് വടകര കോടതി 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയായിരുന്നു അന്വേഷണ സംഘം നൽകിയത്. പക്ഷേ അത് അനുവദിച്ചില്ല. 2 ദിവസത്തേക്ക് ആണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് EV ലിജീഷ് മുഖേനയാണ് കഴിഞ്ഞ ദിവസം കസ്റ്റഡി അപേക്ഷ നൽകിയത്. എന്തായാലും പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ വെളിയിൽ വരും എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം. കേസിൽ ആദ്യം അറസ്റ്റിലായ കീർത്തനയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ ഒരു പ്രധാന പ്രതിയായിട്ടുള്ള വയനാട് സ്വദേശിയെ പിടികൂടാൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല. പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ കഴിയുന്ന ഇരിട്ടി സ്വദേശി ജീൻ കുര്യാക്കോസിനെ പയ്യോളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതി ചേർക്കുകയുണ്ടായി. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആരോപണം കാവ്യ പറയുന്നുണ്ട്. അത് കീർത്തനയ്ക്കെതിരാണ്. താൻ ഈ ഇടപാട് കേസുമായി താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പെട്ടുപോയതാണ്. കീർത്തന പറയുന്നതൊന്നും കോടതി വിശ്വസിക്കരുത്, അവൾ നുണ പറയുകയാണ് എന്നുള്ളതാണ് കാവ്യ വക്കീൽ വഴി ഇന്ന് കോടതി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 2 ദിവസമാണ് ഈ പ്രതികളെ, കാവ്യയെയും നീഷ്മയെയും രണ്ടുപേരെയും കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടി 2 ദിവസമാണ് ഇപ്പോൾ കോടതി അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും 2 ദിവസത്തെ ഈ ചോദ്യം ചെയ്യലിൽ വിശദമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. PJ അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്.